സ്ഥിതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ ദുബായിലെത്തി. ഇന്ന് രാവിലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഓൺലൈനായി പങ്കെടുത്തു. ഈ വരുന്ന തിങ്കളാഴ്ച മുഖ്യമന്ത്രി കേരളത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ 22-ന് മടങ്ങുമെന്നായിരുന്നു അറിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തുന്നതിൽ പ്രതിപക്ഷം എതിരല്ല. എന്നാൽ അതീവ രഹസ്യമായി യാത്ര നടത്തുന്നത് എന്തിന് എന്ന് മനസ്സിലാകുന്നില്ല. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് പറഞ്ഞവരാണ് ലോകം ചുറ്റാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രചരണത്തിന് പോകാതെയാണ് CPM-ന്റെ ഏക മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത്. BJP-യെ പേടിച്ചിട്ടാണ് പ്രചാരണത്തിന് ഇറങ്ങാത്തത് എന്നും സതീശൻ പരിഹസിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ കേരളത്തിൽ മന്ത്രിസഭാ യോഗം നടന്നിട്ടില്ല. പരിഗണനാ വിഷയങ്ങൾ കുറവായതിനാലാണ് യോഗം ഉപേക്ഷിച്ചത് എന്നായിരുന്നു നേതാക്കളുടെ വിശദീകരണം. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് കൂടുതൽ വിഷയങ്ങൾ യോഗത്തിൽ പരിഗണിക്കാത്തത്. ജൂൺ 4-ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കഴിയുമെങ്കിലും പെരുമാറ്റച്ചട്ടം ജൂൺ 4 വരെ തുടരും. തിരഞ്ഞെടുപ്പിനിടെ മുഖ്യമന്ത്രി കുടുംബസമേതം വിദേശത്ത് പോയത് വളരെ രൂക്ഷമായ രീതിയിലാണ് BJP-യും പ്രതിപക്ഷവും വിമർശിക്കുന്നത്. മുഖ്യമന്ത്രി ചുമതല കൈമാറാത്തതും കുടുംബസമേതമുള്ള യാത്രയുടെ ചെലവും ചൂണ്ടിക്കാട്ടിയായിരുന്നു ആരോപണം ഉന്നയിച്ചത്. യാത്രയുടെ സ്പോൺസറെ വ്യക്തമാക്കണമെന്നും രഹസ്യമായി പോയത് എന്തിന് എന്നുമാണ് BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന V മുരളീധരനും KPCC പ്രസിഡന്റ് K സുധാകരനും ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന മന്ത്രി റിയാസും ചുമതല കൈമാറാതെയാണ് വിദേശയാത്ര പോയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേറ്റ ആദ്യകാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്ത് പോകുമ്പോൾ ഗവർണറോട് നേരിട്ടോ ഫോണിലോ പറയുമായിരുന്നുവെങ്കിലും ഗവർണറുമായി ഇടഞ്ഞ സാഹചര്യത്തിൽ കുറെ കാലമായി വിദേശയാത്രയുടെ കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കാറില്ല. മുഖ്യമന്ത്രി രാജ്യത്തില്ലെങ്കിൽ ഗവർണറെ അറിയിക്കുക എന്നതാണ് പതിവ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതമുള്ള വിദേശയാത്ര താൻ അറിഞ്ഞിട്ടില്ലെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. മുൻപ് നടത്തിയ വിദേശയാത്രകളും രാജ്ഭവനെ അറിയിച്ചിട്ടില്ല. രാജ്ഭവനെ ഇരുട്ടിൽ നിർത്തുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിൻ്റെത്. രാഷ്ട്രപതിക്ക് ഇത് സംബന്ധിച്ച് കത്തയച്ചു എന്ന് പറഞ്ഞ ഗവർണർ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രാ വിവരം അറിയിച്ചതിന് മാധ്യമങ്ങളോട് നന്ദി പറഞ്ഞു.